Assalamu alaikum. Welcome to Max class. Let's start our class with dua for knowledge. Rabbi yassir, walatu yassir, watammim bil khair, wabika nasta'inu, ya fattahu, Rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. So, in the last class, we started our new chapter, that is endanu money maths, and we talk about simple interest and compound interest in the last class, and we done some examples based on simple interest and compound interest. I hope you watched that video. And today we are moving to the activities of page number 100. We have some activities based on simple and compound interest. So we have three problems in that activities. First problem, Sangeet deposited 25,000 rupees in a bank which pays 8% interest compounded annually. How much would he get back after 2 years? അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് അല്ലേ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ദെൻ ആനുവലി കോമ്പൗണ്ടഡ് ആണ്. അപ്പോൾ ആനുവലി ദ പ്രിൻസിപ്പൽ എമൗണ്ട് വിൽ ബി ചേഞ്ച്. അപ്പോൾ അത് നോക്കിക്കോണം. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആകുമ്പോഴത്തേക്കും ആനുവലി ചേഞ്ച് ആകുമ്പോഴത്തേക്കും ആദ്യം കൊടുക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് അല്ല, നമ്മൾ രണ്ടാമത്തെ ഇയറിൻ്റെ ഇൻട്രസ്റ്റ് ഫൈൻഡ് ചെയ്യുമ്പം ആദ്യത്തെ പ്രിൻസിപ്പൽ എമൗണ്ടും ആദ്യത്തെ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്ത് വേണം സെക്കൻഡ് ഇയറിലെ പ്രിൻസിപ്പൽ എമൗണ്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ഇയേഴ്സ് പ്രിൻസിപ്പൽ എന്താണ്? സംഗീത് ഒരു 25,000 റുപ്പീസ് ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. റേറ്റ് എത്ര ആയിരുന്നു? 8% ഇൻട്രസ്റ്റ് റേറ്റ് ആയിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് കോമ്പൗണ്ടഡ് ആനുവലി. ഹൗ മച്ച്? 2 ഇയേഴ്സ് കഴിഞ്ഞിട്ട് എത്ര രൂപ ടോട്ടൽ അയാളുടെ കയ്യിൽ കിട്ടിയെന്നാണ്. സോ ഫസ്റ്റ് ഇയേഴ്സ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് എന്താണ്? തന്നിരിക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് അവർ ഡെപ്പോസിറ്റ് ചെയ്ത് എത്രയാണോ അതാണ് ഫസ്റ്റ് ഇയേഴ്സ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇയേഴ്സ് പ്രിൻസിപ്പൽ ഈസ് ഈക്വൽ ടു 25,000 ആൻഡ് ഫസ്റ്റ് ഇയേഴ്സ് ഇൻട്രസ്റ്റ് ഫൈൻഡ് ചെയ്ത് എങ്ങനെയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. 25,000 ഇൻറ്റു എത്രയാണ്? എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ആണ്? 8%. ദാറ്റ് ഈസ് 8/100 ആൻഡ് ഇറ്റ് ഈസ് കോമ്പൗണ്ടഡ് ആനുവലി ആണ്. സോ ഇൻറ്റു 1. ഓക്കെ, സോ 250 ഇൻറ്റു 8 വി വിൽ ഗെറ്റ് 2,000 rupees. Then total എത്ര ഇയേഴ്സ് ആണ്? 2 ഇയേഴ്സ് ആണ്. സോ സെക്കൻഡ് ഇയേഴ്സ് principal is equal to 25,000 plus first year interest add ചെയ്യണം 2,000. that is second year's principal is 27,000. okay, second year's principal എന്ന് പറഞ്ഞാൽ 27,000 ആണ്. then we have to find second year's interest. that is equal to ഈ 27,000ൻ്റെ 8% ഇൻട്രസ്റ്റ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ കോമ്പൗണ്ടഡ് ആനുവലി എന്ന് പറയുമ്പോൾ ഇതാണ് ഡിഫറൻസ്. പ്രിൻസിപ്പൽ എമൗണ്ട് ഇയർ ബൈ ഇയർ എന്തായിരിക്കും? ചേഞ്ച് ആയിക്കൊണ്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ 27,000 ഇൻറ്റു 8/100 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഈസ് 1. ഓക്കെ, സോ 270 ഇൻറ്റു 8 ദാറ്റ് ഈസ് 2,160 rupees കിട്ടും. and amount Sandeep gets back after 2 years. after 2 years കഴിഞ്ഞിട്ട് സംഗീതിന് കിട്ടിയ amount സംഗീത് gets back after 2 years എത്രയാണ്? 27,000നെ ഈ രണ്ടാമത്തെ ഇയറിൽ കിട്ടിയ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ എമൗണ്ട് ഈസ് 29,160 rupees. So after 2 years Sangeet got
Sandeep got 29,160 rupees. Okay, 29,160 rupees he got after 2 years. Then we are moving to the next question. Next question is, Thomas took out a loan of 15,000 rupees from a bank which charges 12% interest compounded annually. After 2 years, he paid back 10,000 rupees to settle the loan. How much should he pay at the end of 3 years? അപ്പോൾ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? തോമസ് എന്ന് പറയുന്ന ഒരാൾ 15,000 rupees ഒരു ബാങ്കിൽ നിന്നും ലോൺ എടുത്തിരുന്നു. ആൻഡ് വിച്ച് ചാർജസ് 12% ഇൻട്രസ്റ്റ്. എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റിലായിരുന്നു അദ്ദേഹം എടുത്തിരുന്നത്? ഇറ്റ് ഈസ് 12% ഇൻട്രസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് കോമ്പൗണ്ടഡ് ആനുവലി. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലായിരുന്നു, കൂട്ടുപലിശ നിരക്കിലായിരുന്നു. ആഫ്റ്റർ 2 years ഹി പെയ്ഡ് ബാക്ക് 10,000 rupees. അപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും സംഗീത് എന്ത് ചെയ്തു? 10,000 rupees അങ്ങോട്ട് അടച്ചു. തോമസ് അങ്ങോട്ട് 10,000 rupees അടച്ചു. അങ്ങനെയാണെങ്കിൽ ടു സെറ്റിൽ ദ ലോൺ ഹൗ മച്ച് ഷുഡ് ഹി പേ അറ്റ് ദ എൻഡ് ഓഫ് 3 years? അപ്പോൾ 3 years കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾക്ക് ലോൺ ക്ലോസ് ചെയ്ത് സെറ്റിൽ ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എത്ര രൂപ അയാൾ അടയ്ക്കേണ്ടി വന്നു എന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യണം. സോ നമുക്ക് 3 years ആണ്, കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ആണ്. കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റിൻ്റെ മെത്തേഡിലാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഇയർലി അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അല്ലേ. സോ ഫസ്റ്റ് ഇയേഴ്സ് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഫസ്റ്റ് ഇയേഴ്സ് പ്രിൻസിപ്പൽ ഈസ് എത്രയാ? 15,000. ഫസ്റ്റ് ഇയേഴ്സ് പ്രിൻസിപ്പൽ ഈസ് 15,000 ആൻഡ് ഫസ്റ്റ് ഇയേഴ്സ് ഇൻട്രസ്റ്റ് 12% ഇൻട്രസ്റ്റ് ആയിരുന്നു. സോ 15,000 ഇൻറ്റു 12/100 ആൻഡ് ആനുവലി ആണ്. സോ ഇൻറ്റു 1. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? ഫസ്റ്റ് ഇയർ ഇൻട്രസ്റ്റ് വി വിൽ ഗെറ്റ് 1,800 rupees. ദെൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് വി വിൽ ഗെറ്റ് ദ സെക്കൻഡ് ഇയേഴ്സ് പ്രിൻസിപ്പൽ. സോ സെക്കൻഡ് ഇയേഴ്സ് പ്രിൻസിപ്പൽ ഈസ് ഈക്വൽ ടു 15,000 plus 1,800. 15,000 plus 1,800 എത്ര കിട്ടും? 16,800 കിട്ടും അല്ലേ. 16,800 rupees is the second year's principal amount. Then second year's principal amount find ചെയ്തു. Then we have to find second year's interest. So second year's interest എങ്ങനെയാണ്? ഇവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് 16,800 ഇൻറ്റു 12/100. സോ what will be the interest? It is 2,016 rupees. 2,016 rupees ആണ് എന്ത് സെക്കൻഡ് ഇയർ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്, സോറി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ടു ഫൈൻഡ്, ഇനി 2 years കഴിഞ്ഞപ്പോഴായിരുന്നു എന്ത്? നമുക്ക് 2 years കഴിഞ്ഞപ്പോഴായിരുന്നു 10,000 rupees അങ്ങോട്ട് അടച്ചു തീർത്തത് അല്ലേ. അപ്പോൾ 10,000 rupees അടച്ചു തീർന്നിട്ട് വരുന്ന എമൗണ്ട് ആണ് നമ്മുടെ തേർഡ് ഇയേഴ്സ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. സോ തേർഡ് ഇയേഴ്സ് പ്രിൻസിപ്പൽ ഈസ് ഈക്വൽ ടു എന്താണ്? തേർഡ് ഇയേഴ്സ് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ഇയേഴ്സ് പ്രിൻസിപ്പൽ പ്ലസ് സെക്കൻഡ് ഇയേഴ്സ് ഇൻട്രസ്റ്റ് മൈനസ് 10,000 അല്ലേ. അപ്പോൾ 16,800 പ്ലസ് 2,016 മൈനസ് 10,000. അത് എങ്ങനെയാണ് അങ്ങനെ വന്നത്? അതായത് തേർഡ് ഇയേഴ്സ് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയേഴ്സ് പ്രിൻസിപ്പലും അവിടെ നിന്നും ഈ കിട്ടുന്ന ഇൻട്രസ്റ്റും കൂടെ കൂട്ടുമ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് ഇയർ പ്രിൻസിപ്പൽ എമൗണ്ട് ആക്കി എഴുതുന്നത്. ഇതിനിടയിൽ 2 years കഴിഞ്ഞപ്പോഴത്തേക്കും തോമസ് ഒരു 10,000 rupees അങ്ങോട്ട് പേ ചെയ്തിരുന്നു അല്ലേ, ആ ലോണിനകത്തോട്ട് അടച്ചിരുന്നു. അപ്പോൾ ആ അടച്ച എമൗണ്ട് നമുക്ക് സബ്ട്രാക്ട് ചെയ്യണ്ടേ, അതാണ് ആ സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത്. സോ എത്ര കിട്ടി? ഇത് രണ്ടും ആഡ് ചെയ്ത് അതിൽ നിന്ന് 10,000 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 8,816 rupees. So this is the principal amount of
തേർഡ് ഇയേഴ്സ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 8,816 ആണ്. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് തേർഡ് ഇയർ. തേർഡ് ഇയേഴ്സ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ഈ 8,816 ഇൻറ്റു 12/100 ഇൻറ്റു 1 ഇയർ അല്ലേ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇഫ് വി ഗെറ്റ് ദ ഇൻട്രസ്റ്റ് ആസ് 1,057 rupees and 92 paise. Okay, this is the interest of third year. Then we have to find amount to be paid at the end of 3 years. End of 3 year ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യണമായിരുന്നു? തോമസിന് ആ ലോൺ ക്ലോസ് ചെയ്യണമായിരുന്നു. ആ ലോൺ എന്താക്കി? സെറ്റിലാക്കി മാറ്റണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടോട്ടൽ എമൗണ്ട് തോമസ് എത്ര പേ ചെയ്തു എന്നാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അതെങ്ങനെ ഫൈൻഡ് ചെയ്യും? ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ആഫ്റ്റർ 3 years ഈസ് ഈക്വൽ ടു ഈ എമൗണ്ടും കൂടെ ആഡ് ചെയ്യണം അല്ലേ. 8,816 പ്ലസ് 1,057.92 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 9,873.92 rupees. അല്ലെങ്കിൽ നമുക്കതിനെ 9,874 rupees എന്ന് റൗണ്ട് ഓഫ് ചെയ്ത് പറയാം. So did you understand this? This is a way to find the compound interest. And we have one more problem in that section, that is the third question. The simple interest at 5% got for a certain amount after 2 years is rupees 200. If interest is compounded annually, what would be the interest for സെയിം എമൗണ്ട് അറ്റ് ദ സെയിം റേറ്റ് ആഫ്റ്റർ 2 years? അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഒരു 5% എമൗണ്ട് നമുക്ക് തന്നിട്ടില്ല. എത്ര എമൗണ്ട്? പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് തന്നിട്ടില്ല. ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റിൽ എന്താണ്? ഒരു എമൗണ്ട് ഇട്ടു. അതിന് സിമ്പിൾ ഇൻട്രസ്റ്റ് 2 years കഴിഞ്ഞപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് 200 rupees കിട്ടി. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ എത്ര കിട്ടുമെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യണം. So they didn't given the principal amount. So principal amount not given. Okay. And simple interest for 2 years. Simple interest for 2 years തന്നിട്ടുണ്ട്. എത്രയാണ്? 200 rupees എന്ന് തന്നിട്ടുണ്ട്. Then നമുക്കതിൽ നിന്നും സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 1 year പറയാമല്ലോ. 1 year എത്ര വരും? ഇറ്റ് വിൽ ബി 100 rupees അല്ലേ. സിമ്പിൾ ഇൻട്രസ്റ്റ് ആകുമ്പോൾ ഓരോ വർഷവും അതിൻ്റെ ഡബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 years നമുക്ക് ക്വസ്റ്റ്യനിൽ 200 rupees തന്നിരുന്ന അതിൽ നിന്ന് നമുക്ക് എഴുതാം ഫോർ 1 year ഇറ്റ് ഈസ് 100 rupees അല്ലേ. ദെൻ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 years ആണ്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 years നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 100 rupees ആണെങ്കിൽ സെക്കൻഡ് ഇയറിൽ അതിൻ്റെ കൂടെ കോമ്പൗണ്ട് ആകുമ്പോൾ അതിൻ്റെ 5%. ഇതിനകത്ത് എത്ര പെർസെൻറ്റേജ് ആണ്? 5% ആണല്ലേ. അപ്പോൾ അഡീഷണൽ ഇൻട്രസ്റ്റ് ഫോർ 100 rupees in the second year is equal to 100 into 5/100. That is equal to എത്ര വരും? 5 rupees വരും. അപ്പോൾ ഈ 5 rupees ആണ് കോമ്പൗണ്ട് ചെയ്യുന്നത്, മറ്റതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 years എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 200 plus 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 205 rupees. 205 rupees is the compound interest for 2 years. അപ്പോൾ ഇതായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആണ്, 5th chapter
money maths ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഇൻ ദിസ് ചാപ്റ്റർ വി ആർ going through the section simple interest and compound interest, and the last class we done 3 examples based on that. Today we done the exercises in page number 100, that is 3 questions. So in the next class we can learn a new method. So today's class is over. Assalamu alaikum.